दूसरा मस्जिद नबवी इंशाल्लाह अभी जाएगा उधर। तीसरा मस्जिद कुद्स, अभी कुद्स का हालत क्या है सबको मालूम है, कुद्स के लिए सभी आदमी दुआ करने का। 14 मस्जिद कुबा, इंशाल्लाह उधर जाके हम लोग लोहर असर जम करके पढ़ने का। पहले लोहर 2 रकात पढ़ना, इसके बाद असर 2 रकात पढ़ना, जम्मू के असर करके पढ़ेगा इंशाल्लाह। उसको लेडीज का दूसरा जगह है, वो जगह पे बच्चा लोग को लेके जाना ममनू होता है, इसलिए बच्चा लोग जाने के टाइम उसको बच्चा को बाप को हाथ में दे के जाने का, सलाह पढ़ के आने के बाद बाप जाएगा, सलाह पढ़ के आ जाएगा। ओके, अभी पहले लोहर सलाह पढ़ना 2 रकात, उसके बाद असर सलाह पढ़ना 2 रकात, जम्मू के असर करके इंशाल्लाह। अभी मैं क्यों यह जम करने के बोला, अभी हम लोग उधर से किबलतैनी जाएगा, इसके बाद उहुद जाएगा, इसके बाद खंदक जाएगा, इसके बाद रोम जाएगा। लोग रोम जाके नहा के और उसी का पहले असर का अजान हो जाएगा, इसलिए मैं बोला अभी इधर से सलाह पढ़ के निकल जाएगा, थोड़ा हराम कर सकता है, फिर मगरिब के वक्त का हम लोग हराम आ जाएगा। रसूल सल्लल्लाहु अलैहि वसल्लम के साथ जाके सलाम बोल के उधर जाके मगरिब सलाह पढ़ेगा, इशा सलाह पढ़ेगा इंशाअल्लाह। ഓക്കെ, നമ്മളിനി പോകുന്നത് നമ്മളെ മുമ്പിൽ കാണുന്ന ആ 4 മിനാരം കാണുന്നുണ്ടോ ഫ്രണ്ടില്, അതാണ് മസ്ജിദ് ഖുബ। हमारे सामने देखिए चारों सफेद वाला कुब्बा, वो सफेद वाला मुनारा देख रहा है, वही है मस्जिद ഖുബ। മസ്ജിദുൽ ഖുബ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് വന്നപ്പോൾ ആദ്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിൽപ്പെടുന്ന ആ ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പണിത പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ചയും മദീനത്തെ പള്ളിയിൽ നിന്ന് സിയാറത്തിന് വേണ്ടി മസ്ജിദുൽ ഖുബയിലേക്ക് വരുമായിരുന്നു. മസ്ജിദുൽ ഖുബയിന്റെ ആളുകാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടമായിരുന്നു. മസ്ജിദുൽ ഖുബയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിലെ 4 പള്ളികൾക്കാണ് പള്ളികളുടെ പ്രത്യേകതയായി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി. രണ്ടാമത്തത് മസ്ജിദുൽ നബവി, നമ്മളിതിപ്പോ പോകാൻ പോകുന്ന പള്ളി. ഇതല്ല ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി. മൂന്നാമത്തത് മസ്ജിദുൽ ഖുദ്സ്, ബൈത്തുൽ മുഖദ്ദസ്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. നാലാമത്തെ നമ്മളെ മുമ്പിൽ കാണുന്ന ഈ മസ്ജിദുൽ ഖുബ, ഇവിടെ വെച്ചുള്ള 2 റക്അത്ത് നിസ്കാരത്തിന് ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒഴുവെടുത്ത് ഫ്രഷായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അതിനുശേഷം ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുക ഖുസ്റാക്കിയിട്ട്, അതോടൊപ്പം തന്നെ അസറിനെ മുന്തിച്ച് ജമ്മും ഖുസ്റാക്കുക, എന്നിട്ട് അസറും 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു മസ്ജിദുൽ ഖിബലത്തൈനി, അല്ലെങ്കിൽ നേരെ ഉഹുദിൽ പോകുന്നു. പോകുന്ന വഴിക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉഹുദ് സിയാറത്ത് കഴിഞ്ഞ് ഖിബലത്തൈനി പോയി, അവിടുന്ന് ഖന്തഖിൽ പോയി, അവിടുന്ന് നമ്മൾ അങ്ങനെ റൂമിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. ഉഹുദിലേക്കുള്ള ബദറിലേക്കുള്ള യാത്ര നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ അങ്ങനെ പോകുമ്പോ അല്ലെങ്കിൽ ഇവിടുന്ന് 100 കിലോമീറ്റർ ഇനി വേറെ ഓടണം. അപ്പൊ നമ്മളെല്ലാവരും അത്യാവശ്യം ടയേർഡാണ്, ഡ്രൈവർ അതിനേക്കാൾ ടയേർഡാണ്. അപ്പൊ നമ്മളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ നമ്മള് അവിടെ സപ്പോർട്ട് ചെയ്ത് നമ്മള് ഏതായാലും നാളെ പോകുമ്പോ ഇങ്ങോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ മസ്ജിദുൽ ഖുബയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ കുട്ടികളെ അകത്തേക്ക് കയറ്റൂല, സ്ത്രീകൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക, കുട്ടികളെ അകത്തേക്ക് കയറ്റൂല. അപ്പൊ ഒരാൾ പുറത്ത് നിന്നിട്ട് ഒരാൾ പോയി നിസ്കരിച്ചിട്ട് അടുത്താള് വരിക, എന്നിട്ട് അടുത്താള് പോവുക, അങ്ങനെ പറ്റുള്ളൂ. ചെറിയ കുട്ടികളെ അകത്തേക്ക് കയറ്റൂല എന്ന് ഓർമ്മപ്പെടുത്തി. മസ്ജിദ് ഖുബ
یہ دیکھیے آپ لوگ، ہم لوگ 2 رکعت نماز پڑھنے کے لیے جا رہے ہیں. ماشاءاللہ مسجد قباء ہے. اپنے مبارک ہاتھوں سے اپنے صلی اللہ علیہ وسلم بنیاد رکھن تھا، یہیں سے اسلام کی شروعات ہوئی تھی. اور جو لوگ یہاں پہ 2 رکعت نماز مکمل کریں گے ان کو ایک عمرے کا ثواب ملے گا. ماشاءاللہ دیکھیے اندر کتنا خوبصورت بنا ہوا ہے. سب لوگ اپنا نماز پڑھ رہے ہیں. دیکھیے کتنا اچھا بنا ہوا ہے. اللہ ہر مسلمان کو یہاں آنے کی توفیق دیں، یا پروردگار ہر مسلمان کو اپنے گھر پہ یہاں بلائیں. کتنا اچھا لگ رہا ہے. یہیں پہ اپنے نبی رکے تھے اور پھر اس کے بعد یہاں سے مدینہ اور مکہ کے لیے روانہ ہوئے تھے. ماشاءاللہ وہ تنہا کون ہے، اللہ اللہ، بادشاہ وہ کون ہے، اللہ اللہ، مہرباں وہ کون ہے، اللہ اللہ، کیا اونچی شان ہے، اللہ اللہ، اس کی سب نشان ہے، اللہ اللہ، سب دلوں کی جان ہے، اللہ اللہ اللہ.
माशाल्लाह हम लोगों ने 2 रकात नमाज पढ़ ली नफिल, और एक उम्रा का सवाब मिल गया हम लोग को यहीं पे। और अब इंशाल्लाह निकलते हैं मदीना के लिए। मदीना जाएंगे, फिर मक्का जाएंगे, और फिर उसके बाद और भी जगह है जाना है। सब आप लोग को ज़ियारत कराएंगे इंशाल्लाह। आप लोग शुरू से आखिरी तक बने रहिए, दुआ में याद रखिए, अपना ख्याल रखिए।